മഴയല്ല, ചരിത്രം തന്നെയായിരുന്നു ഇടുക്കിയുടെ മലനിരകളിലൂടെ പതിച്ചു വീണത്. ആകാശം പിളരുന്ന ശബ്ദം പോലെ ഒരു പൊട്ടിത്തെറി, പിന്നെ നിശബ്ദത. അതിനുശേഷം ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വെള്ളത്തിൻ്റെ അലർച്ച. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയ ആ നിമിഷം അത് ഒരു നിർമ്മാണം തകർന്ന കഥയായിരുന്നില്ല. മനുഷ്യൻ്റെ അഹങ്കാരം പ്രകൃതിയുടെ മുന്നിൽ തലകുനിച്ച നിമിഷമായിരുന്നു. പെരിയാർ നദി അന്ന് നദിയല്ലാതെയായി, ഒരു ഭീമനായി മാറി. വണ്ടിപ്പെരിയാറിനെയും ഇടുക്കിയെയും കടന്ന് എല്ലാം ഓർമ്മകളാക്കി മാറ്റി. വീടുകൾ, റോഡുകൾ, സ്കൂളുകൾ, പള്ളികൾ, അമ്പലങ്ങൾ ഒന്നും എതിർക്കാൻ കഴിഞ്ഞില്ല. ഒരു അമ്മ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് നിന്നു. വെള്ളം മാറും എന്ന് അവൾ വിശ്വസിച്ചു. പക്ഷേ വെള്ളം മാറിയില്ല. അവളുടെ ജീവിതമാണ് മാറിയത്. ആദ്യ 24 മണിക്കൂറിൽ കേരളം കരഞ്ഞു. സർക്കാർ സംവിധാനങ്ങൾ ഓടി, ഹെലികോപ്റ്ററുകൾ പറന്നു, ക്യാമ്പുകൾ നിറഞ്ഞു. പക്ഷേ നഷ്ടപ്പെട്ടത് തിരികെ വന്നില്ല. ഒരു വർഷത്തിനുള്ളിൽ ഇടുക്കി പഴയ ഇടുക്കിയല്ലാതെയായി. പെരിയാർ തീരം ഭൂപടങ്ങളിൽ മാത്രം ബാക്കി വന്നു. നോ ഡാം സോൺ എന്ന വാക്ക് പാഠപുസ്തകങ്ങളിൽ കയറി. അതേസമയം തമിഴ്നാട് ആദ്യമായി മൗനമായി നിന്നു. ജലം അവകാശമെന്ന ചിന്ത അവിടെ ചോദ്യം ചെയ്യപ്പെട്ടു. കൃഷി തകർന്നപ്പോൾ അവർക്കും മനസ്സിലായി, ഒരു ഡാം പൊട്ടുമ്പോൾ അതിരുകളില്ലെന്ന്. 5 വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൽ പുതിയ നഗരങ്ങൾ പിറന്നു. പക്ഷേ അവിടെയുള്ളവരുടെ കണ്ണുകളിൽ പഴയ വീടുകളുടെ നിഴൽ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്നവരല്ലേ എന്ന ചോദ്യം ഓരോ രാത്രിയും ഉറക്കം മുറിച്ചു. 10 വർഷങ്ങൾക്ക് ശേഷം ഒരു പുതിയ തലമുറ വളർന്നു. അവർ മുല്ലപ്പെരിയാർ കണ്ടിട്ടില്ല. പക്ഷേ അവർ പഠിച്ചു, വലിയ ഡാമുകൾ വലിയ സുരക്ഷയല്ലെന്ന്, പ്രകൃതിയെ തടയാൻ കഴിയില്ലെന്ന്. തമിഴ്നാട്ടിൽ മഴവെള്ള ശേഖരണം നിയമമായി, കൃഷിരീതികൾ മാറി. രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ മുല്ലപ്പെരിയാർ ഒരു മുന്നറിയിപ്പായി മാത്രം ബാക്കി വന്നു. 20 വർഷങ്ങൾക്ക് ശേഷം പഴയ തലമുറ പറഞ്ഞ കഥകൾ കുട്ടികൾ കേട്ടു. അന്ന് വെള്ളം ഇവിടെ വരെ എത്തിയിരുന്നു എന്ന വാചകം അത്ഭുതകരമായി മാറി. 30 വർഷങ്ങൾക്ക് ശേഷം മുല്ലപ്പെരിയാർ പ്രദേശം ഒരു മെമ്മോറിയൽ ഫോറസ്റ്റായി. അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ഡാം ഉണ്ടായിരുന്നു, നമ്മൾ പഠിക്കാൻ വൈകി എന്ന്. ഇനി 50 വർഷങ്ങൾക്ക് ശേഷം കേരളവും തമിഴ്നാടും തമ്മിൽ വെള്ളത്തിനായി യുദ്ധമില്ലായിരുന്നു. കാരണം ഒരേ ദുരന്തം അവരെ ഓരോ പാഠം പഠിപ്പിച്ചിരുന്നു. ഒരു സ്കൂൾ കുട്ടി തൻ്റെ പ്രബന്ധം വായിച്ചു, മുല്ലപ്പെരിയാർ പൊട്ടിയത് ഒരു സംസ്ഥാനത്തെ തകർത്തില്ല, 2 സംസ്ഥാനങ്ങളെ മാറ്റി എന്ന്. കഥ അവിടെ അവസാനിച്ചില്ല. കാരണം ഇത് കഴിഞ്ഞ കാലത്തിൻ്റെ കഥയല്ല, വരാനിരിക്കുന്ന കാലത്തേക്കുള്ള മുന്നറിയിപ്പാണ്. ഡാമുകൾ ഉണ്ടാകും, വെള്ളം ഒഴുകും. പക്ഷേ ചോദ്യം ഒന്ന് മാത്രം, നമ്മൾ ഇനിയും പഠിച്ചോ, അതോ വീണ്ടും ചരിത്രം നമ്മളെ ഓർമ്മകളാക്കി മാറ്റുമോ?